ഹായ്, എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ ഇന്നത്തെ അടുത്തൊരു വികാരപരമായിട്ടുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വികാരപരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കേണ്ട, ഇന്ന് ടാറ്റയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ടാറ്റയുടെ കട്ട ഫാൻസിന് വേണ്ടിയിട്ട് ടാറ്റ നാനോയുടെ ഒരു റിവ്യൂ ചെയ്യാൻ പോവുക. ടാറ്റ നാനോ കമ്പനി നിർത്തി, ഇപ്പോൾ വണ്ടി കിട്ടാനില്ല. എന്നാലും അതൊരു വികാരമാണ് നാനോ എന്ന് പറയുന്നത് ടാറ്റയുടെ ഫാൻസിനൊക്കെ. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഇറക്കിയ 1,00,000 രൂപ കാർ എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു കാർ എന്നുള്ള രത്തൻ ടാറ്റയുടെ ഒരു സ്വപ്നമായിട്ടുള്ള ടാറ്റ നാനോ കാർ, അത് എല്ലാ ഇന്ത്യക്കാരൻ്റെ ഒരു വികാരമാണ്. ഒരു കുഞ്ഞ് നല്ല അടിപൊളി നല്ല രസമുള്ളൊരു വണ്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, നാനോയുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഫ്രണ്ട് പോർഷനിൽ ബോണറ്റ് തുറക്കുമ്പോൾ വാവ്, എൻജിനില്ല. എൻജിൻ സാധാരണഗതിയിൽ എല്ലാ വണ്ടികൾക്കും ഫ്രണ്ടിൽ വരുമ്പോൾ നാനോനെ സംബന്ധിച്ച് ബാക്കിലാണ് എൻജിൻ വരുന്നത്. ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് പെട്രോൾ നമ്മൾ കാറുകളിൽ ബാക്കിലടിക്കുമ്പോൾ ഫ്രണ്ടിലാണ് നാനോയ്ക്ക് പെട്രോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ എയർ വലിക്കുന്നതൊക്കെ ഫ്രണ്ടിൽ കൂടെയാണ്. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്രണ്ട് പോർഷനിലാണ്. പിന്നെ വൈപ്പറിലേക്ക് വേണ്ട വാഷർ നമ്മൾ ഒഴിക്കുന്നത് ഫ്രണ്ട് പോർഷനിലൂടെയാണ്. സ്റ്റെപ്പിന് വരുന്നത് ഫ്രണ്ടിലാണ്. ഇത്രയുമാണ് ഈ സൈഡിൽ ഈ പോർഷനിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാനോയുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റുകൾ ഹെവി ക്വാളിറ്റി ഷീറ്റുകളാണ്. അതായത് ബാക്കിയുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷീറ്റുകളാണ് നാനോയുടെ ഉൽപ്പാദനത്തിനായിട്ട് കമ്പനി നൽകിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഹെഡ് ലാമ്പുകൾ സാധാരണഗതിയിലുള്ള നോർമൽ ടൈപ്പ് ഹെഡ് ലാമ്പുകളാണ്, പക്ഷേ ഭയങ്കര പവർഫുൾ ഹെഡ് ലാമ്പുകളാണ്. ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ, ഫോഗ് ലാമ്പുകൾ നല്ല പവർഫുൾ ലാമ്പാണ്. അതുപോലെ തന്നെ ഹണികോംബ് ഗ്രില്ലുകളാണ് വരുന്നത്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഒരു പ്ലാസ്റ്റിക് ഒരു ബീഡിങ് ഫ്രണ്ടിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ടാറ്റയുടെ ബ്രാൻഡിങ് ലോഗോ വെച്ചിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നാനോ ഫ്രണ്ടിൽ സിംഗിൾ വൈപ്പറാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ വൈപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ക്ലീൻ ആകുന്ന ടൈപ്പിലാണ്, നല്ല വലിയ ഒരു വൈപ്പർ ബ്ലേഡാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഇനി സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ക്വാർട്ടർ ഗ്ലാസ്, വളരെ ഭംഗിയുള്ള വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ്സാണ് ഇവിടെ കമ്പനി നൽകിയിട്ടുള്ളത്. ഈ ഗ്ലാസിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി റൈറ്റ് സൈഡിലേക്കൊക്കെ ടേൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് താഴെയുള്ള കുഴികളും കുണ്ടുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മിററുകളിലേക്ക് വരുമ്പോൾ ബോഡി കളർ മിററുകൾ തന്നെയാണ്. മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ഓട്ടോമാറ്റിക് അല്ല, മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട മിററുകൾ തന്നെയാണ്. പിന്നെ ബോഡിയിൽ പറയുമ്പോൾ ഹെവി ഗേജുള്ള ഷീറ്റുകളാണ്. ഹാൻഡിൽ ബോഡി കളർ തന്നെയാണ് ഹാൻഡിലുകൾ വരുന്നത്. ഈ സൈഡിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വെൻറ്റ് കാണുന്നില്ലേ, ഇത് എയർ പുറത്തുനിന്നുള്ള എയർ വലിച്ച് ടയറുകളിലേക്കും എൻജിൻ സൈഡിലേക്കും എയർ പോകുന്നതിനുള്ള ഒരു ടെക്നോളജിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എൻജിൻ വരുന്നത് ബാക്ക് സൈഡിലായതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും. അതിനാണ് ഈ ടെക്നോളജി ടാറ്റ ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, കമ്പനി ഫിറ്റഡ് വീൽ കപ്പുകളാണ് നാനോയ്ക്ക് വരുന്നത്. ഇത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന മോഡൽ ഫുൾ ഓപ്ഷൻ മോഡലായതുകൊണ്ട് ഇതിന് കമ്പനി തന്നെ നൽകുന്നതാണ് ഈ വീൽ കപ്പ്. പിന്നെ ബാക്ക് സൈഡിലെ വീലും ഫ്രണ്ട് സൈഡിലെ വീലും രണ്ട് ടയറുകളും രണ്ടും സൈസ് വ്യത്യാസപ്പെട്ട ടയറുകളാണ്. ഫ്രണ്ട് സൈഡിൽ വീതി കുറഞ്ഞ ടയറുകളും ബാക്ക് സൈഡിൽ വീതി കൂടിയ ടയറുകളുമാണ്. ബാക്ക് സൈഡിൽ വരുന്നത് 155, 65, 12 സൈസ് ടയറുകളാണ് വരുന്നതെങ്കിൽ ഫ്രണ്ട് സൈഡിൽ വരുന്നത് 135, 70, 12 സൈസുകളാണ് വരുന്നത്. കാരണം രണ്ടും രണ്ട് ടൈപ്പ് ടയറുകളാണ്. ഫ്രണ്ടിൽ എൻജിൻ്റെ ലോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ വീലുകൾ നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡിലാണ് എൻജിൻ ലോഡ് വരുന്നത് കൊണ്ടാണ് വലിയ വീതിയുള്ള ടയറുകൾ ഈ വാഹനത്തിന് കമ്പനി നൽകാൻ കാരണം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പിൽ
ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്ററുകൾ, റിവേഴ്സ് ലൈറ്റ്, നാനോയുടെ ബ്രാൻഡിങ്, അതുപോലെ തന്നെ മോഡലിൻ്റെ ബ്രാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. XT മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന വാഹനം. ടാറ്റയുടെ ബ്രാൻഡിങ് ലോഗോ. ഇവിടെ ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുൻപത്തെ മോഡലിൽ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത മോഡലുകളായിരുന്നു മുന്നേ വന്നിരുന്നത്. ഇപ്പോൾ അത് കമ്പനി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാക്കിയിട്ട് കീ ഇട്ട് മാനുവലായിട്ട് നമ്മൾ കീ തന്നെ പുറത്തുനിന്ന് നൽകിയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. ആ ടൈപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം സ്പേസുള്ള 80 ലിറ്ററോളം സൈസ് വരുന്ന ഒരു ഡിക്കി സ്പേസാണ് കമ്പനി ഇപ്പോൾ ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാർസൽ ട്രേ, 2 സ്പീക്കർ കമ്പനി ഫിറ്റഡോടുകൂടി 2 സ്പീക്കർ ആയിട്ടുള്ള ഒരു പാർസൽ ട്രേ ഉണ്ട്. പിന്നെ വരുന്നത് ട്വിസ്റ്റ്. ഈ ട്വിസ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബേസ് ചെയ്തിട്ടാണ് ഇതിന് ട്വിസ്റ്റ് എന്നുള്ളൊരു മോഡൽ കൊടുക്കാൻ കാരണം. അത് ഞാൻ ഈ വാഹനം ഓടിക്കുമ്പോൾ ആ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ട്വിസ്റ്റ് എന്ന ഒരു കൊടുത്തിട്ടുള്ളതിൻ്റെ കാരണം. ഓക്കെ, മുൻപൊക്കെ ഈ വന്നിട്ടുള്ള ബമ്പറിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല ഹണികോം ടൈപ്പ് ഗ്രില്ലുകളാണ് ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിലാണ് എൻജിൻ വരുന്നത്. സൈലൻസർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ബാക്ക് സൈഡിലാണ് എൻജിൻ വരുന്നത്. കാണുന്നുണ്ടോ? ഈ വണ്ടിയുടെ 4 വീലും ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. ഡിസ്ക് ഈ വാഹനത്തിന് വരുന്നില്ല, ഡ്രം ബ്രേക്കുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇനി നമുക്ക് ഫുൾ സൈഡിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് പവർ വിൻഡോ ആണ് വരുന്നത്. പവർ വിൻഡോയുടെ ബട്ടൺസ് വരുന്നത് ഇവിടെയാണ്. ഡോർ ലോക്ക്, ഓപ്പണർ, ലോക്കിംഗ് വരുന്നത് ഇത് ഫുൾ ഓപ്ഷൻ മോഡലായതുകൊണ്ട് റിമോട്ട് ലോക്കാണ് വരുന്നത്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഒന്നുമില്ല, ഒരു ചെറിയൊരു ട്രേ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു റെക്സിൻ ഫിനിഷ്ഡാണ് ഇവിടെ ഡോറുകൾക്ക് വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ വളരെ ചെറിയൊരു സ്പോർട്ടി ഫീലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോണ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹോണാണ്. പിന്നെ വൈപ്പറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. സൈഡിൽ വരുമ്പോൾ ഇൻഡിക്കേറ്ററും പവർ ലൈറ്റുകളും ഇൻഡിക്കേറ്ററും ഹെഡ് ലൈറ്റുകൾക്കുള്ള സ്വിച്ചുകളാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. പിന്നെ AC-യുടെ ബ്ലോവർ, 4 ബ്ലോവറുകളാണ് വരുന്നത്. 1, 2, 3, 4 AC ബ്ലോവറുകൾ വരുന്നത്. ഇവിടെ ഒരു ചെറിയ സ്പീക്കർ വരുന്നുണ്ട്, ഇതും കമ്പനി ഫിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു ബോക്സ്, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കമ്പനി ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയും ഒരു സ്പീക്കർ കമ്പനി ഫിറ്റഡ് ആണ്. പിന്നെ മീറ്ററിൽ ഡിജിറ്റലുമുണ്ട് അനലോഗുമുണ്ട്. ഫ്യൂവല്, അതുപോലെ തന്നെ വണ്ടിയുടെ ഹീറ്റിങ്, വണ്ടിയുടെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, മൈലേജ്, ട്രിപ്പ്, ആവറേജ് മൈലേജ് എത്ര ലഭിക്കുന്നുണ്ടെന്നുള്ളത് മീറ്ററിൽ കാണിക്കും. ഇനി നമുക്ക് ഇതിലുള്ള ഫ്യൂവൽ വെച്ചിട്ട് എത്ര നമുക്ക് വണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും കാണിക്കുന്നുണ്ട്. പിന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്. AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റ്, AC-യുടെ ഹോട്ട് ഓർ കോൾഡ് സെറ്റിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാൻ സ്പീഡ്, 3 സ്പീഡ് ഫാനാണ് ഇതിന് വരുന്നത്. പിന്നെ AC-യുടെ ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റീരിയോ CD ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണുള്ള സ്റ്റീരിയോ ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇപ്പോൾ വരുന്ന വാഹനങ്ങളിലൊന്നും CD ഇടാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ വരുന്ന വാഹനങ്ങൾ സാധാരണ കാണാറില്ല. പക്ഷേ ഈ വാഹനത്തിന് കമ്പനി CD ഇടാനുള്ള ഓപ്ഷനോട് കൂടിയാണ് ഈ വാഹനത്തിന് സ്റ്റീരിയോ പിടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ USB പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ചെറിയ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോൺ കണക്ഷൻ അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് വഴി ഫോൺ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. വിത്ത് മൈക്കോട് കൂടിയ സ്റ്റീരിയോ ആണ്. പിന്നെ ഗിയർ ലിവറിലേക്ക് വരുമ്പോൾ 4 സ്പീഡ് ഗിയറുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. റിവേഴ്സ് അടക്കം 5 സ്പീഡ്. ഫ്രണ്ടിലെ 2 ഡോർ പവർ വിൻഡോ ആണ്. ആ പവർ വിൻഡോയുടെ സ്വിച്ചുകളാണ് ഇവിടെ കാണുന്നത്. 2 ഡോറിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ചുകളാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസും കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വെള്ളത്തിൻ്റെ കുപ്പികളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. സൺവൈസർ, ലൈറ്റ്, ഇവിടെ മിററോട് കൂടിയ സൺവൈസർ.
ഇവിടെ ഹാൻഡിലില്ല. ഇവിടെ ഹാൻഡിൽ മിറർ വരുന്നത് നോർമൽ മിററാണ്, ഓട്ടോ ഡിമ്മിങ് മിറർ ഒന്നല്ല, നോർമൽ മിററാണ്. നമ്മൾ മാനുവലായി തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. വളരെയധികം ലെഗ് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. കാല് നീട്ടി വെച്ചാലും നല്ല സ്പേസ് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല സീറ്റിംഗ് ആണ്, നല്ല കംഫർട്ടാണ്, നല്ല ഹൈറ്റോട് കൂടിയ സീറ്റാണിത്. നമ്മളൊരു SUV ഇരിക്കുന്ന ഒരു ഫീലൊക്കെ ഈ വാഹനത്തിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡിലെ ഡോറിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിൻഡോകളാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ റെക്സിൻ ഫിനിഷിങ്. ഇനി സൈഡിലോട്ട് വരുമ്പോൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിൻഡോ ആണ്. അതുപോലെ തന്നെ റെക്സിൻ ഫിനിഷോട് കൂടിയ ഒരു റെക്സിൻ ഫിനിഷോട് കൂടിയ ഒരു ഭാഗം ഇവിടെയുണ്ട്, ഒരു ട്രേ. ഈ ഡോറിൽ ഓട്ടോമാറ്റിക്കാണ് വിൻഡോ വരുന്നത്. അതുപോലെ തന്നെ റെക്സിൻ ഫിനിഷോട് കൂടിയ ഒരു ഭാഗം ആണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് കമ്പനി. പിന്നെ പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ സ്പേസിനെ കുറിച്ചാണ് പറയാനുള്ളത്. കണ്ടോ, വളരെ അധികം സ്പേസ് ഈ വാഹനത്തിനുണ്ട്. അതായത് മറ്റു വാഹനങ്ങളിൽ കാണുന്നതിനെക്കാട്ടിയും വളരെയധികം സ്പേസാണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സീറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിപ്പോൾ ഏറ്റവും ബാക്കിലോട്ട് സീറ്റ് തട്ടിയിട്ടാണ് ഇത്ര സ്പേസ് ഇവിടെ കാണുന്നത്. ഇനി ഏറ്റവും ഫ്രണ്ടിലോട്ട് മാറ്റിയാലും വളരെയധികം സ്പേസ് ഈ വാഹനത്തിന് ഉണ്ട്. ഇത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് ഈ വാഹനത്തിനെ സംബന്ധിച്ച്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നല്ല ഹൈറ്റോട് കൂടിയ ചെറിയ സീറ്റുകളാണ്, നല്ല ഹൈറ്റോട് കൂടിയ നല്ല ഭംഗിയുള്ള സീറ്റുകളാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലെ സ്പേസ്, വളരെ അധികം സ്പേസ് ഈ വാഹനത്തിൽ പുറകിലിരിക്കുന്നവർക്ക് വളരെയധികം സ്പേസ് ഉണ്ട് ഈ വാഹനത്തിൽ. അത്യാവശ്യം നമുക്ക് കാലൊക്കെ ഇങ്ങനെ കയറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിലൊക്കെ കയറ്റി വയ്ക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെയാണ്. വളരെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഈ വാഹനത്തിൽ. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, ഇവിടെ അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ, ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. വളരെയധികം സ്പേസ് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരിക്കും ഒരു 3 പേർക്ക് വളരെ സുഖകരമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഇതിൻ്റെ സീറ്റിംഗൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വാഹനത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 4 പേർക്ക് വരെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ വാഹനത്തിൻ്റെ സീറ്റിങ്ങിൻ്റെ ഒരു പൊസിഷനൊക്കെ നോക്കിയിട്ട് 4 പേർക്ക് വരെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. വാഹനം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, വാഹനം കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ഇതിലുണ്ട് എന്നുള്ളത് ഈ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വിസ്റ്റ്. കണ്ട, ഒറ്റ വിരൽ കൊണ്ട് ഞാൻ ഈ വാഹനത്തിനെ തിരിക്കുകയാണ്. ഇതിൻ്റെ ടേണിങ് റേഡിയസ് വളരെ കുറവാണ്. കണ്ട, ഞാനിവിടെ ഈ വണ്ടി ടേൺ ചെയ്യുന്നത് കണ്ടില്ല നിങ്ങൾ? കണ്ട, ഈ വാഹനം ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു വിരൽ മതി ഈ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ വാഹനം നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയാണ്. ഇത് ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്നുണ്ടെങ്കിൽ ഒരു SUV ഒക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ്. ചെറിയ വണ്ടിയാണ്, പക്ഷെ നമ്മളിരിക്കുന്നത് ഭയങ്കര ഹൈറ്റിലാണ്. അപ്പോൾ ഈ ഹൈറ്റിൽ നമ്മളിരിക്കും, നമ്മുടെ വ്യൂ എല്ലാം നല്ല വ്യക്തമായിട്ട് സൈഡ് പോർഷൻ ആയാലും ഇപ്പുറത്തെ സൈഡുകളായാലും ഫ്രണ്ട് ഒക്കെ ആയാലും എല്ലാ പോർഷൻസും നമുക്ക് വളരെ ഭംഗിയായി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു SUV നമ്മൾ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെയാണ് ഈ വാഹനത്തിൽ നിന്ന് നമ്മൾ നോക്കിയാലും കാണുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഒരു എന്താ പറയുക, കോൺഫിഡൻസ് ആണ് ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് വ്യൂവിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്റ്റിയറിംഗ് വളരെ ഫെദർ ടച്ച് ആണ്, വളരെ സ്മൂത്താണ്. ട്വിസ്റ്റ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ സ്റ്റിയറിംഗിന് ഉദ്ദേശിച്ചാണ് കമ്പനി ഇറക്കിയത്. മുൻപ് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത മോഡലായിരുന്നു നാനോയിൽ വന്നിരുന്നത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വാഹനം കൊണ്ട് നടക്കുമ്പോൾ. ചെറുതാണെങ്കിലും വലിയൊരു വാഹനം കൊണ്ട് നടക്കുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ടുകളായിരുന്നു മുൻപ് നാനോ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത മോഡലിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് വന്നതിനെ
ശേഷം വളരെ സ്മൂത്തായിട്ടാണ് ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരു രീതിയിലുള്ള ടെൻഷനോ ബുദ്ധിമുട്ടുകളോ നമുക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോഴില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം AC എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വാഹനം ഓടിക്കുന്നത് ഏകദേശം ഒരു ഉച്ച നേരത്താണ്. എങ്കിൽ കൂടിയും ഇതിൻ്റെ 3 സ്പീഡുകളാണ് AC കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു സ്പീഡിൽ ഫസ്റ്റത്തെ സ്പീഡിൽ ഇടുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ആണ് ഈ വാഹനം പ്രദാനം ചെയ്യുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ പവർ, മൈലേജ് എന്നിവയെ കുറിച്ചാണ്. 624 cc ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. ഏകദേശം 24 കിലോമീറ്ററോളം മൈലേജാണ് കമ്പനി ഈ വാഹനത്തിന് അവകാശപ്പെടുന്നത്. എങ്കിലും ഒരു 22-23 കിലോമീറ്ററോളം നമുക്ക് വിത്ത് AC തന്നെ ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കും. 5500 RPM 38 bhp ആണ് ഈ വണ്ടിയുടെ പീക്ക് പവർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റയുടെ ചങ്ക് ഫാൻസുകൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ ഈ പറഞ്ഞ പോലെ അടിച്ച് ചവിട്ടി പൊട്ടിക്കുക. അപ്പോൾ എല്ലാം ഗംഭീരമായിട്ട് ചെയ്യുക, ഒന്നും നോക്കണ്ട. പതുക്കെ എൻ്റെ വ്ളോഗുകൾ ഇങ്ങനെ ഉഷാറാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.